ഹായ്, ഞാൻ എജി. അസ്സലാമു അലൈക്കും. പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്. എസ്പെഷ്യലി ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ മിനിയേച്ചറിൽ പെട്ട കോമ്പാക്റ്റം. അപ്പോൾ കോമ്പാക്റ്റ് വെറൈറ്റിയുടെ ഒരു കെയറിങ് ചെയ്യുമോ എന്നുള്ളൊരു കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം മെയിൻ്റെനൻസോ കെയറിങ്ങോ പോട്ടിംഗ് മീഡിയത്തിൽ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത ഈസി ആയിട്ട് ആർക്കും പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആർക്കും വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ കോമ്പാക്റ്റ് കേട്ടോ. മിനിയേച്ചർ പ്ലാന്റ്സ് ഒക്കെ അധികം ഹൈറ്റ് വെക്കാതെ ഇതേപോലെ ചെറിയതായിരിക്കും, എന്നാലും നിറയെ ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് നല്ലൊരു പോട്ടിംഗ് മീഡിയ ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവറിങ് കാണാൻ പറ്റും. അപ്പം നമ്മുടെ കോമ്പാക്റ്റത്തിൽ പെട്ടതാണ് നമ്മുടെ യായ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരൺ കോമ്പാക്റ്റും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത് കോമ്പാക്റ്റത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും നമുക്ക് ഓൺലൈൻ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ആഴ്ച നമുക്ക് പുതിയ ബാച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോമ്പാക്റ്റം പ്ലാന്റ് എങ്കിലും നമുക്ക് ബിഗിനേഴ്സൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ചെടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഏത് ടൈമിലും കൊലകൊലായിട്ട് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മളെ ഈ ഒരു ഡെൻഡ്രോബിയം കോമ്പാക്റ്റും. അപ്പം നമ്മൾ വെയിലുള്ള ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടും. പിന്നെ ഈ ഒരു കോമ്പാക്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും ചെടിയിലും. എല്ലാ സ്റ്റെമ്മിലും നമുക്ക് 1ഉം 2ഉം ഫ്ലവറിങ്ങിൻ്റെ ബഡുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരു ചെടിയിൽ തന്നെ 3ഉം 4ഉം മുട്ടുകൾ ഒരേ ടൈമിൽ വരും കേട്ടോ. നമ്മൾ ഈ ഒരു ആപ്രിക്കോട്ട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പാക്റ്റൊക്കെ അതേപോലെയാണ്. ഇതൊക്കെ കണ്ടോ, പ്ലാന്റൊക്കെ നല്ല ബുഷി ആയിട്ടിരിക്കും. ഒത്തിരി സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളായിരിക്കും നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റും. പിന്നെ അതിൽ തന്നെ നമുക്ക് ഓരോ ലീഫിൻ്റെ ഇടയിലും നമുക്ക് 3ഉം 4ഉം ഫ്ലവറിങ്ങിൻ്റെ ബഡും ഒരേ ടൈമിൽ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പോട്ടിംഗ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിൻ്റെ കഷ്ണം കരിയും വെച്ച് മാത്രം നമുക്ക് പോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 3ഉം 4ഉം വർഷം ഈ ഒരു പ്ലാന്റ് ആ ഒരു പോട്ടിൽ തന്നെ സേഫായിട്ടിരിക്കും. പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരു 2 വട്ടം നമ്മൾ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മൾ 19-19-19 അതേപോലെ തന്നെ മിറാക്കൽ 20യോ നിങ്ങളെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും മാറി മാറി കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഫംഗസൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സീഡിങ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട്. എല്ലാവർക്കും ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങാൻ കഴിയാത്തവർക്ക് നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ സീഡിങ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു കോംബോ സെറ്റിൽ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റിയിൽ നമ്മൾ യായൻ്റെ കോമ്പാക്റ്റും വെറൈറ്റീസും ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ കോമ്പാക്റ്റും വെറൈറ്റിയിൽ പെട്ടിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയുള്ളതൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ കെയറിങ് പോലെ തന്നെയാണ് നമ്മുടെ കോമ്പാക്റ്റത്തിൻ്റെയും കെയറിങ്ങും. ആവശ്യത്തിന് മെയിൻ്റെനൻസോ കെയറിങ്ങോ ഒന്നും ആവശ്യമില്ല. 1 വീക്കിൽ 2 ടൈംസിൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക. 15 ദിവസത്തിൽ ഒരു വട്ടം നമ്മൾ എന്തെങ്കിലും ഫംഗസൈഡ് കൊടുക്കുക. ഡെയിലി ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മീഡിയം ഞാൻ പറഞ്ഞു, ചാർക്കോൾ വെച്ചിട്ടും ഹോടിൻ്റെ കഷ്ണം വെച്ച് മാത്രം ഒന്ന് പോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചകിരിയുടെ കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 3ഉം 4ഉം മാസം നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇതുപോലെ വിരിഞ്ഞ് ചെടിയൊക്കെ നിറച്ച് പൂക്കളുണ്ടായി കിട്ടും കേട്ടോ. ചകിരിയുടെ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമ്മളെ ചെടിയിൽ ആ ഒരു പോട്ടിംഗ് മീഡിയം സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. മരത്തടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കോമ്പാക്റ്റ്, മരത്തടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ കുറച്ച് യായ കോമ്പാക്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒരു 4 മാസം മുതൽ ഈ ഒരു ഓർക്കിഡ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കളായി കിട്ടും. അപ്പോൾ ഈ ഒരു മരത്തടിയിൽ ഞാൻ 10 പ്ലാന്റാണ് ഞാൻ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അധികം നമ്മൾ കോമ്പാക്റ്റും വെറൈറ്റിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈമിലും ഈ ഒരു ഇതിൽ പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനിയേച്ചർ വെറൈറ്റി ആവശ്യത്തിന് നീളം വെക്കാത്ത പ്ലാന്റുകളാണ്. അപ്പോൾ അതത് ബുഷിയായിട്ട് ഇതിലിങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിൽ ഒരു 6 സ്റ്റെമ്മുണ്ട്. അപ്പോൾ ഈ ഒരു 6 സ്റ്റെമ്മിലും നമുക്ക് പിന്നെ ഒരു 6 ഫ്ലവറിങ്ങിൻ്റെ ബഡ് തന്നെ ഒരേ ടൈമിലുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കിത് ആറും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബൊക്കെ പോലെ നമ്മുടെ പ്ലാന്റ് കാണാൻ നല്ല ഭംഗി തന്നെയായിരിക്കും. ഇൻഷാ അല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് വിരിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു 10-20 പൂമുട്ടുകളുണ്ട് ഒരു കൊലയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ വിരിയാറായിട്ടുള്ള സ്റ്റെമ്മുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു 3 ഫ്ലവറിങ്ങിൻ്റെ സ്റ്റെമ്മുണ്ട് കേട്ടോ. പിന്നെ വെച്ചിട്ടുള്ള ഇതും നമ്മൾ കോമ്പാക്റ്റാണ്. ഈ ഒരു പ്ലാന്റും ഇതിലും നമുക്ക് കോമ്പാക്റ്റാണ്. അപ്പോൾ ഒരു 4 മാസം മുതൽ ഒരു ചെടി വെച്ച് പോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. ഇൻഷാ അല്ലാ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.